कोई गाता, मैं सो जाता, कोई गाता, मैं सो जाता, कोई गाता. എൻ്റെ എത്രയും പ്രിയപ്പെട്ട ശേഖരേട്ടൻ വായിച്ചറിയാൻ സ്വന്തം സഹോദരി അമ്മുക്കുട്ടി എഴുതുന്നത്. അച്ഛന് വയ്യാതായി, അദ്ദേഹം പറഞ്ഞിട്ടാണ് ഇതെഴുതുന്നത്. ശേഖരേട്ടന് ഞങ്ങളെ ആരെയും പരിചയമുണ്ടാവില്ല. ശേഖരേട്ടനെ പറ്റി അച്ഛൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അച്ഛനെ ഒന്ന് കാണണമത്രേ. ഒന്നിവിടെ വരെ വരാൻ പറഞ്ഞു. കൂട്ടത്തിൽ പറഞ്ഞു മാത്രം കേട്ട ശേഖരേട്ടനെ ഞങ്ങൾക്കും ഒന്ന് കാണാമല്ലോ. ഉദയോത്തെ ഉത്തമൻ ചേട്ടനാണ് മേൽവിലാസം തന്നത്. കത്ത് കിട്ടിയ ഉടനെ വരുമെന്ന് കരുതുന്നു. ശേഷം വഴിയെ എന്ന് സ്വന്തം അനുജത്തി അമ്മുക്കുട്ടി. അച്ഛൻ എന്നെ ഓർക്കുന്നു അത്രേ. 16-ാം വയസ്സിൽ നാട് വിട്ട് വന്നിട്ട് ഇപ്പോഴെങ്ങനെ ഒരു മോനെപ്പറ്റി ബോധോദയം വന്നത്. പരീക്ഷയ്ക്ക് പണമടയ്ക്കാനില്ലാതെ ബന്ധുക്കാരുടെ അടുത്ത് യാചിക്കേണ്ടി വന്നപ്പോൾ, അമ്മയ്ക്ക് വയ്യാതായപ്പോൾ, പട്ടിണി കിടന്ന് സർട്ടിഫിക്കറ്റുമായി മഹാനഗരത്തിൽ അലഞ്ഞപ്പോൾ ഞാൻ കണ്ടില്ല എങ്ങനെ ഒരു അച്ഛനെ. ആരും അറിയാതെ കരയുന്ന അമ്മയുടെ കണ്ണീരുറ്റി പലപ്പോഴും എൻ്റെ ഉറക്കം ഞെട്ടിയിട്ടുണ്ട്. കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ മാത്രമേ ഞാൻ എൻ്റെ അമ്മയെ കണ്ടിട്ടുള്ളൂ. ആ കരച്ചിലിന് കാരണക്കാരൻ ഞങ്ങളെ ഉപേക്ഷിച്ച് വേറൊരു സ്ത്രീയെ കല്യാണം കഴിച്ച എൻ്റെ അച്ഛനാണെന്നറിഞ്ഞപ്പോൾ जब दीप जले आना, जब शाम ढले आना, जब दीप जले आना, ശേഖരേട്ടോ, जब शाम ढले. ഇതാരാ കുറുപ്പോ? കയറി പാടോ. കേട്ടോ മാഷേ, ഇക്കാലത്ത് ടേപ്പ് റെക്കോർഡിലെ പാട്ട് കേൾക്കുന്നത് ശേഖരേട്ടൻ്റെ ഒരു ശീലമാണ്. അതും ദാസേട്ടൻ്റെ പഴയ ഹിന്ദി പാട്ട്. ഇരിക്കിരിക്ക്. അനീതി കൊച്ചിൻ്റെ കല്യാണം കഴിഞ്ഞു, സ്വസ്ഥം. ആ ഭാരം അങ്ങോട്ട് ഒഴിഞ്ഞു. വിളിക്കാൻ പറ്റിയില്ല. അതെങ്ങനെ? നിങ്ങളൊന്ന് കണ്ടു കിട്ടണ്ടേ? അത് സാരമില്ലടോ, എല്ലാം ഭംഗിയായി നടന്നില്ലേ? ആ, അങ്ങനെ നടന്നു. ശേഖരണ, ഉങ്ങൾക്കൊരു ലെറ്റർ ഇருக்கு. ആ, നീ പൊക്കോ. ശരി അണ്ണാ. എൻ്റെ എത്രയും പ്രിയപ്പെട്ട ശേഖരേട്ടൻ വായിച്ചറിയാൻ സ്വന്തം സഹോദരി അമ്മുക്കുട്ടി എഴുതുന്നത്. അച്ഛൻ പോയി. ആദ്യത്തെ കത്തയച്ചതിൻ്റെ അന്ന് രാത്രിയായിരുന്നു. ഇനി ആരുമില്ല ശേഖരേട്ട ഞങ്ങൾക്ക്. ശേഖരേട്ടനെ കാണണമെന്നുണ്ടായിരുന്നു അച്ഛന്. കൈവിറച്ചിട്ട് എഴുതാൻ വയ്യ എന്ന് ശേഖരേട്ടൻ്റെ സ്വന്തം അമ്മുക്കുട്ടി. എന്താ കാര്യം? ഏയ്, ഒന്നുമില്ല. ആരുടെയാ കത്ത്? പെങ്ങള. വിശേഷം എന്തെങ്കിലും? അച്ഛൻ മരിച്ചു. നാട്ടിലേക്ക് പോകുന്നുണ്ടോ? ആലോചിക്കണം. ഞങ്ങൾ വലുതും എനിക്ക് അല്പനേരം ഒറ്റയ്ക്കിങ്ങനെ പോകാം. തെറ്റായിപ്പോയി. എന്തൊക്കെയായാലും അച്ഛനല്ലേ വിളിച്ചത്. പോകാമായിരുന്നു, ഒന്ന് കാണാമായിരുന്നു. ദീപം
ദീപം ദീപം. അച്ഛൻ്റെ മുറിച്ചമുറിയ അമ്മുക്കുട്ടിയെന്ന് പണ്ടെപ്പോഴോ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇതുതന്നെയായിരിക്കും അവളുടെ രൂപം. എൻ്റെ എത്രയും പ്രിയപ്പെട്ട ശേഖരേട്ടൻ വായിച്ചറിയാൻ സ്വന്തം സഹോദരി അമ്മുക്കുട്ടി എഴുതുന്നത്. അച്ഛൻ പോയി. ആദ്യത്തെ കത്തയച്ചതിൻ്റെ അന്ന് രാത്രിയായിരുന്നു. ഇനി ആരുമില്ല ശേഖരേട്ടാ ഞങ്ങൾക്ക്. അമ്മുക്കുട്ടി ഒരു തെറ്റും ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്തത് മുഴുവൻ അച്ഛനായിരുന്നു. അച്ഛനോടൊപ്പം ആ തെറ്റുകളും ചാരമായി.